നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന മറ്റൊരു ക്രൂരമായ ലൈംഗിക പീഡനമാണ് രാജ്യത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ യുവതിയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ സംഭവത്തിൽ കൂടുതൽ വേദനിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിനിരയായ യുവതിയുടെ സഹോദരിയാണ് സംഭവ സമയത്തെയും അതിനുശേഷമുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിക്രമം നടന്ന സമയത്ത് തന്റെ സഹോദരി അങ്ങേയറ്റം ഭയചകിതയും മാനസികമായി തകർന്ന നിലയിലായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. രാത്രി 8:30 യുവതി വീട്ടിൽ നിന്നും പോയതെന്നും സഹോദരി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട ദിവസം വൈകിട്ടായിരുന്നു യുവതിയുമായി അവസാനമായി സംസാരിച്ചിരുന്നത്. അടുത്ത ഫോൺ കോൾ വരുന്നത് 7 മണിക്കൂറിന് ശേഷം പുലർച്ചെ 3:30. ഇതിനിടയിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനുള്ളിൽ 2 മണിക്കൂറോളം യുവതി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. ആക്രമിച്ചതിന് ശേഷം യുവതിയെ ആക്രമികൾ റോഡിൽ വലിച്ചെറിയുകയായിരുന്നു. റോഡരികിൽ രക്തം വാർന്ന് കിടക്കുന്നത് കണ്ട് സമീപത്തു കൂടി പോയവരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. യുവതിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. വൈകിട്ടോടെയാണ് യുവതി അവസാനമായി വിളിച്ചതെന്നും സഹോദരി പോലീസിനോട് പറഞ്ഞു. വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ യുവതി അസ്വസ്ഥതയായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. അമ്മയുമായി വഴക്കുണ്ടായതിനെ കുറിച്ചാണ് യുവതി പറഞ്ഞത്. കുറച്ചു ദിവസങ്ങളായി അമ്മയുമായി വഴക്കുണ്ടായിരുന്നു. ഇത് കാരണം സഹോദരി അസ്വസ്ഥയായിരുന്നു. ഇതാണ് ഫോണിലൂടെയും പറഞ്ഞത്. സംഭവ ദിവസവും അമ്മയുമായി വഴക്കുണ്ടായി വിഷമിച്ചാണ് തന്നെ വിളിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുകയാണെന്നും അല്പം കഴിഞ്ഞ് വരാമെന്നുമാണ് പറഞ്ഞത്. പിന്നീട് സഹോദരിയുടെ ഫോൺ കോൾ വരുന്നത് പുലർച്ചെ 3:30 ആ സമയത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യം വിളിച്ചപ്പോൾ അവൾ ഒന്നും സംസാരിച്ചില്ല. കട്ട് ചെയ്ത് വീണ്ടും വിളിച്ചു. അപ്പോഴും നിശബ്ദയായിരുന്നു. പിന്നെ കരയാൻ തുടങ്ങി. ആശുപത്രിയിലെത്തി അവളെ കാണുമ്പോൾ ഗുരുതരാവസ്ഥയിലായിരുന്നു. മുഖം പൊട്ടിയിരുന്നു. ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്നും ഡൽഹിയിലേക്ക് റെഫർ ചെയ്തു. ഈ സമയം മുഴുവൻ അവൾ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് സഹോദരിയുടെ വാക്കുകൾ. ഫരീദാബാദിൽ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന 25-കാരിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. വീട്ടിലേക്ക് മടങ്ങാൻ വാഹനം കാത്തിരുന്ന യുവതിക്കരികിലേക്ക് മാരുതി സുസുക്കി എക്കോ വാനിൽ 2 പേർ എത്തി ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു. പരാതി ലഭിച്ച ഉടൻ തന്നെ ഫരീദാബാദ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി. IPSലെ വിവിധ വകുപ്പുകൾ പ്രകാരം ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ തിരിച്ചറിയുന്നതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് ഉറപ്പു നൽകിയെങ്കിലും കൃത്യമായ സൂചനകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. 2 പേരെയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫരീദാബാദിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വൻ പ്രതിഷേധമാണ് ഈ സംഭവത്തോടെ ഉയർന്നിരിക്കുന്നത്. നഗരത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ പട്രോളിംഗ് ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ ഇതിൽ വേണമെന്ന് തന്നെയാണ് ജനങ്ങളടക്കം വളരെ രോഷാകുലരായി പ്രതികരിച്ചിരിക്കുന്നത്.